പ്രായ മകൾ മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അസ്ഥിയെങ്കിലും തരൂ അന്ത്യകർമ്മം ചെയ്യാനെന്ന് വിലപിക്കുന്ന അമ്മ സുജാത ഭട്ട് ഇന്ന് വാർത്തകളിൽ നിറയുമ്പോൾ ലോകം ചോദിക്കുന്നു, അനന്യയെപ്പോലെ കാണാതായ ആയിരക്കണക്കിന് സ്ത്രീകളും കുരുന്നു പെൺകുട്ടികളും ധർമ്മസ്ഥലയിൽ നിന്ന് എവിടെ പോയി എന്ന്. 1979 മുതൽ സ്ത്രീകളെ കാണാതാവുന്നതായി വ്യാപകമായി പരാതി ഉയർന്ന സ്ഥലം. 200ഓളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും ഒരു നടപടിയും എടുക്കാതിരുന്ന പോലീസ്. സ്വന്തം പെൺമക്കളുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തുന്ന കുടുംബാംഗങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോഴും തെളിവുകളോടെ പരാതി വരുമ്പോഴും സ്വന്തം നിലയിൽ വേണമെങ്കിൽ അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന അധികൃതർ. BBC മുതലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ധർമ്മസ്ഥലയിലെ മണ്ണ് മാന്തുമ്പോൾ ലോകം ഞെട്ടുന്ന കൊലപാതക പരമ്പരകൾ പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോഴും അനങ്ങാപ്പാറ പോലെ നിൽക്കുന്ന സർക്കാർ. ധർമ്മസ്ഥലയിലെ ആരോപിക്കപ്പെടുന്ന കൊലകൾക്ക് പിന്നിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? യൂട്യൂബ് ബ്ലോഗർമാരെ മാറ്റി നിർത്തിയാൽ കർണാടകത്തിലെ മാധ്യമങ്ങൾ പോലും ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചു മറച്ചു നിൽക്കുന്നത് ആരെ ഭയന്നാണ്? നേരത്തെ പറഞ്ഞതെല്ലാം കാറ്റിൽ പറത്തി ഇന്നും നടക്കേണ്ടിയിരുന്ന ശുചീകരണ തൊഴിലാളിയുടെ തെളിവെടുപ്പ് നടത്തിയില്ല. അഭിഭാഷകർ കാത്തിരുന്നിട്ടും പോലീസ് സ്ഥലത്തെത്തിയില്ല. കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന നടപടികൾ എന്തുകൊണ്ടാണ് അറിയിപ്പില്ലാതെ പോലീസ് ഒഴിവാക്കിയത്? ഞെട്ടിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ, മനുഷ്യക്കടത്ത് നടത്തുന്ന ഗ്യാങ്ങുകൾ, കുത്തഴിഞ്ഞ പോലീസ് സംവിധാനം, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഇക്കണ്ട പതിറ്റാണ്ടുകളോളം ഉയർന്ന പരാതികളിൽ ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. ആക്ഷൻ കൗൺസിലുകളിലെ അംഗങ്ങൾ പോലും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും സത്യം ഇനി എങ്ങനെ മണ്ണ് മാന്തി പുറത്തെടുക്കും? വിശ്വാസികളുടെ പുണ്യഭൂമി അധർമ്മസ്ഥലയായി മാറാതിരിക്കാൻ, തുടരാതിരിക്കാൻ നടപടിയെടുക്കേണ്ടേ പോലീസും സർക്കാരും കൈകെട്ടി നിൽക്കുന്നത് എത്ര മൃതദേഹങ്ങൾക്ക് പുറത്താണ്? ഇതോടെ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ദുരൂഹതയേറുന്നു എന്ന ചോദ്യം ബാക്കിയാവുകയല്ലേ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ മനാഫ്, ആക്ഷൻ കൗൺസിൽ ഭാരവാഹി കൂടിയായ ജയന്ത്, റിട്ടയർഡ് SP സുഭാഷ് ബാബു, സാമൂഹ്യ പ്രവർത്തക പി കേത. ആദ്യം ന്യൂസ് 8ന്റെ റിപ്പോർട്ടിൽ ഈ വാർത്ത തന്നെ പുറത്തു കൊണ്ടുവന്നതിൽ ഏറെ നിർണായക പങ്കുവച്ച KV ബൈജുവിലേക്കാണ് ആദ്യം കടക്കുന്നത്. ബൈജു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിന്റെ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റുകൾ പുറത്തു കൊണ്ടുവരികയാണ്. ബൈജു, ഇന്ന് വളരെ നിർണായകമായുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അഭിഭാഷകരുടെ സാഹചര്യത്തിൽ നമ്മൾ രാവിലെ തന്നെ അത് ചർച്ച ചെയ്ത് വരികയും ചെയ്തതാണ്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവരിക, അങ്ങനെ ഈ മണ്ഡുമാന്തിയുടെ ഒരു പരിശോധനയിലേക്ക് പോലും കടക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു പരിശോധനയുടെ തുടക്കമാകുമെന്ന് കരുതിയിരുന്നു. വനിതാ കമ്മീഷൻ വരെ ഇടപെട്ടിട്ട് ഇത്രയേറെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും പോലീസ് ഈ സ്ഥലത്ത് എത്താതിരുന്നത് അത് അത്ഭുതപ്പെടുത്തുന്നതാണ്, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന്? അപർണ, ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. 3 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞത്. ഇതിന് അഭിഭാഷകരുടെ സാന്നിധ്യത്തോടു കൂടി ഒരു തെളിവെടുപ്പ്, അങ്ങനെയായിരുന്നു അറിയിപ്പ് കിട്ടിയത്. ഇതനുസരിച്ച് കൃത്യം 3 മണിക്ക് അഭിഭാഷകർ ഈ സ്ഥലത്തേക്ക് എത്തി. 1 മണിക്കൂറോളം കാത്തു നിന്നു. പക്ഷേ പോലീസ് എത്തിയില്ല, ഈ തെളിവെടുപ്പ് നടന്നില്ല. ഈ കേസിൽ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകം ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലം, ആ സ്ഥലത്ത് ഇത്തരത്തിൽ ഇയാൾ പറയുന്ന ആ കാര്യം മണ്ണ് മാറ്റി പരിശോധന നടത്തേണ്ടത്, അതാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ സഹോദരികളും എല്ലാവരും കാത്തിരിക്കുന്നതും ആ ഒരു സംഭവം നടപടിക്ക് തന്നെയാണ്. പക്ഷേ പോലീസ് എന്തുകൊണ്ട് ഒരാഴ്ചയിലധികമായി കോടതി ഉത്തരവിട്ടു, വിശദമായ അന്വേഷണം നടത്തണം, രഹസ്യമൊഴി രേഖപ്പെടുത്തി ശുചീകരണ തൊഴിലാളിയുടെ, എന്നിട്ട് ഒന്നും ഇതിൽ ബാധകമല്ല. ഇതിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചൊരു കാര്യം അപർണ, പോലീസ് ഈ ശുചീകരണ തൊഴിലാളിക്ക് കോടതി പോലീസ് സുരക്ഷ നൽകാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയം വരെ ഇദ്ദേഹത്തിന് പോലീസ് സുരക്ഷ നൽകാൻ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം ഇപ്പോഴും അഭിഭാഷകരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഏറ്റവും പുതുതായി നമുക്കിപ്പോൾ ലഭിച്ചൊരു വിവരമാണ്. ഇതിൽ ഈ SP, മംഗളൂരു SP ഇപ്പോൾ ഇതിലൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുമായി എവിടെയാണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് സുരക്ഷ കൊടുക്കാൻ പറ്റാതെ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസിന്റെ എല്ലാ തെളിവുകളും അതോടെ ഇല്ലാതാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതിന്. ധർമ്മസ്ഥല പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്.
ഇയാൾ മൊഴി നൽകിയത് തന്നെ, ഈ രഹസ്യമൊഴി നൽകിയത് തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണമെന്ന ഒരു ഉറപ്പിന്മേലാണ്. അത് കോടതി പോലീസിന് ഈ നിർദ്ദേശം നൽകി. പക്ഷേ ഈ സമയം വരെ ഇദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല എന്ന ഏറ്റവും പുതിയൊരു വിവരമാണ് നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ചത്. ഇദ്ദേഹത്തിന് ഈ അഭിഭാഷകരുടെ സംരക്ഷണയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും അത് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഏത് സമയത്തും ഇദ്ദേഹത്തിന് ജീവന് അപായം സംഭവിച്ചേക്കാം എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടുകൂടി ഈ മണ്ണിനടിയിലുള്ള രഹസ്യങ്ങളെല്ലാം അത് അതേപടി അത് കുഴിച്ചു മുടപ്പെടും എന്ന ഒരു വിശ്വാസമാണ് ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകും. പക്ഷേ അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇതിന്റെ എല്ലാ തെളിവുകളും അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മൃതദേഹം കുഴിച്ചിട്ട അത്തരം വിവരങ്ങളെല്ലാം അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ ദുരൂഹത ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിക്കായാലും ഒരുപാട് അമ്മമാർക്കായാലും എല്ലാവർക്കും തന്നെ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ ഈ അനന്യ ഭട്ടിന്റെ കാര്യം തന്നെ പറയാം. 23 വർഷമായി അവരെ കാണാനില്ല. ആ അമ്മ കണ്ണീരോട് പറയുന്നതാണ്, അന്ത്യകർമ്മം ചെയ്യാനെങ്കിലും ഒരു അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി എന്ന ആ അമ്മയുടെ വാക്ക്. ഒരുപക്ഷെ ഈ ശുചീകരണ തൊഴിലാളി കുഴിച്ചു മൂടിയതിൽ ഈ അനന്യ ഭട്ടിന്റെ മൃതദേഹം ഉണ്ടാവുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ട്. ആ കേസിൽ 23 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് പോലും തയ്യാറായത്. ബൈജു, അതാണ് അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ട് നേരിട്ട ഞെട്ടിക്കുന്ന ആ അനുഭവങ്ങൾ, ഒരുപക്ഷെ വിറച്ചു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ്. മകളുടെ തിരോധാനം അന്വേഷിച്ച് ഒരമ്മ ചെല്ലുമ്പോൾ, അന്ന് പോലീസിൽ ചെല്ലുമ്പോൾ ഇത് സ്വന്തം നിലയിൽ അന്വേഷിച്ചോളൂ എന്ന് പറയുന്ന പോലീസ് 23 വർഷങ്ങൾക്ക് ശേഷം ഇത് അന്വേഷിക്കാൻ തയ്യാറാകുന്നത് പുറത്തുനിന്നുള്ള ഈ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും അനങ്ങാപ്പാറായിട്ട് നിൽക്കുന്ന പോലീസ് പ്രത്യേക അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത്? അത് പ്രവർത്തനം ഒരു വശം നടക്കുന്നുണ്ട്. പോലീസ് സുരക്ഷ പോലും ഈ പ്രധാന സാക്ഷിക്ക് കൊടുക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണ സംഘം എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? വെറുതെ ഒരു പേരിന് ഒരു പ്രസ്ഥാനമായിട്ട് നിലനിർത്തിയിരിക്കുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അപർണ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിവരങ്ങളും കൈമാറുന്നില്ല. സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ അറിയിക്കാം? അത്തരം ഒരു വിവരവുമില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഈ തെളിവെടുപ്പ് നടക്കാതിരുന്നത്? ഏറെ നിർണായകമാണ് ഈ കേസിൽ ഈ തെളിവെടുപ്പ്. കാരണം അദ്ദേഹം പറയുന്നത് ഒരു ദിവസം താൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് ഈ മനസ്സിൽ അത്രത്തോളം സമ്മർദ്ദം ഇയാൾക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പാപഭാരം ഇറക്കണം. അതുകൊണ്ട് ഒരു ദിവസം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മൃതദേഹങ്ങൾ അത് കണ്ടെത്താൻ കഴിയണം. അതിന് പോലീസ് സഹകരിക്കണം. നേരത്തെ തന്നെ പറഞ്ഞു, കോടതിയിൽ നേരിട്ട് മൊഴി നൽകി, കോടതി നിർദ്ദേശമുണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴും വലിയ അനാസ തുടരുന്നു പറയേണ്ടി വരും. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു രാവിലെ ഈ അനന്യ ഭട്ടിന്റെ കേസ് പോലീസ് സ്വീകരിച്ചതും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യം. പക്ഷേ ഇപ്പോഴും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ആരാണ് ഇവരെ ഈ കൂച്ചുവിലങ്ങിടുന്നത്? അതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് തങ്ങളുടെ മക്കൾ കൊല്ലപ്പെട്ടത്, അതല്ലെങ്കിൽ മക്കൾ കൊല്ലപ്പെട്ടോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരുപാട് ആളുകൾ, അത് കേരളത്തിൽ നിന്നുള്ള അവിടെ എത്തിയവരുണ്ട്. ഈ ഓരോ ഈ മണ്ണെടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെ നിന്നും കിട്ടുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ഫോറൻസിക് ലാബിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഈ അനന്യ ഭട്ടിനെ പോലുള്ളവരെ തീർച്ചയായും ഈ മണ്ണിനടിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് അമ്മ വിശ്വസിക്കുന്നത്. അമ്മ 23 കൊല്ലമായി കാത്തിരിക്കുന്നതും ഒരു CBI ഓഫീസറായിരുന്ന ഒരുക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവുന്നതെന്ന് ഓർക്കണം. അപ്പൊ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ നോക്കണം. ഇവർ കൊൽക്കട്ടയിലെ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇത്രയും ഉന്നത ഉള്ളവർക്ക് പോലും ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ സാധാരണക്കാരായ അവസ്ഥ നോക്കും. ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു നമ്മൾ അവിടെ ആദ്യം ക്യാമറ കൊണ്ട് പോകുമ്പോൾ. പക്ഷെ ഇപ്പോൾ വലിയ തോതിൽ പ്രതികരണ ശേഷിയുണ്ട്. ഈ സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ സംഘടന തന്നെയാണ് പ്രബലമായി അവിടെ ഇതിനെതിരെ പോരാടുന്നത്. പക്ഷെ അപ്പോഴും ബൈജു, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബൈജു, അത് ഒരുപക്ഷെ അത് പ്രേക്ഷകരും കൂടെ അറിയേണ്ട കാര്യങ്ങൾ. കാരണം കർണാടകത്തിലുള്ള ദൃശ്യമാധ്യമങ്ങൾ എത്രത്തോളം കുറച്ചാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് അടക്കം പോലും എത്ര ശക്തമായിട്ടുള്ള ഉന്നത ബന്ധങ്ങളാണ് ഇതിന് പിറകിലുള്ളത് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ബൈജു, ഇത് തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ ഒരു വശത്ത്, ഇപ്പോൾ വലിയ തരത്തിലുള്ള ജനരോഷം ഉണ്ടാകുമ്പോൾ അത് ഏറെക്കുറെ വാർത്ത കവർ ചെയ്യാനെങ്കിലും സഹായകമാകുന്ന അവസ്ഥ. പക്ഷേ ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടായി. ഈ ആക്ഷൻ കൗൺസിലുകളെ പല അംഗങ്ങൾ പോലും മിസ്സിംഗ് ആയ സാഹചര്യങ്ങൾ ഉണ്ടായി, മരണപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്നവർ പോലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്ന ഒരു പരാതികൾ, അത് കൃത്യമായി അവിടെ നിന്ന് ആൾക്കാർ അത് പറയുന്നുണ്ടോ? തീർച്ചയായും
അപർണ, ഞാൻ പുറത്തു പറയാത്തതുകൊണ്ടാണ്. നമുക്കൊരു ഭീഷണിയുണ്ട്, മനാഫിന് വധഭീഷണിയുണ്ട്. ആ മനാഫിനോട് തന്നെ ന്യൂസ് 18 റിപ്പോർട്ടറായ ബൈജു എന്നെ തന്നെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലൊരു വധഭീഷണിയുണ്ട്. നമ്മളത് കാര്യമാക്കുന്നില്ല. കാരണം ഒരുപാട് അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീരാണ്. ആ കണ്ണീരിനൊരു കാരണം കണ്ടെത്തണം. ആരാണ് ഇവരെ കൊലപ്പെടുത്തിയെന്നുള്ള കുറ്റവാളികളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരണം. ഭീഷണി അത്തരത്തിൽ വകവെക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്കും ഭീഷണി ഉണ്ടായിട്ടുണ്ട്, മനാഫിന് അത് ഉണ്ടായിട്ടുണ്ട്. മനാഫ് അനുഭവം പറയും. എന്നാലും ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളിൽ പലരും കൊല്ലപ്പെടുന്നു. അതായത് ലോറി ഇടിച്ചും വിഷമകത്തെന്നും ഒക്കെ മരിക്കുന്നു, തൂങ്ങി മരണമൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ട്. സാക്ഷി പറയുന്നവരെ പോലും കൊലപ്പെടുത്തുന്നു. സൗജന്യ കേസിലെ 4 സാക്ഷികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർ വാഹനം പിടിച്ചും അതുപോലെ തന്നെ ഈ തൂങ്ങിയും മരിച്ചും വിഷം കഴിച്ചും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം ആത്മഹത്യകളാണ്. ഇതിൽ 485 കേസ്, അത് ഏറ്റവും ശ്രദ്ധേയമാണ്. പോലീസ് തന്നെ നൽകുന്ന വിവരമാണ്. 2021 മുൻപ് 10 വർഷത്തെ കണക്ക് മാത്രമാണ്. 485 പേർ ധർമ്മസ്ഥലയിൽ മാത്രം മരണപ്പെട്ടിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ, കൂടുതൽ ആത്മഹത്യയായിട്ടാണ് ഇവർ FIR ഇട്ടിട്ടുള്ളത്. ഒരു കേസിലും അന്വേഷണവുമില്ല, പ്രതികളുമില്ല. ഒരു കാര്യത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നില്ല ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ നമ്മൾ അറിയപ്പെടാത്ത എത്ര പേർ ഇങ്ങനെ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയും ചോദിക്കുന്നത്. ഒരുപാട് ആളുകൾ പുറത്തുനിന്നും ഇവിടത്തേക്ക് എത്താറുണ്ട്. അവരൊക്കെ ഈ ലോഡ്ജ് മുറികളിലും മറ്റും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ വീട്ടുകാർ പോലും അറിയുന്നുണ്ടാവില്ല ഇവിടെ എത്തിയതാണോ. അങ്ങനെ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. നേരത്തെ ശുചീകരണ തൊഴിലാളിയുടെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, നേത്രാവതി പുഴയിൽ ഈ ശവങ്ങൾ ഇങ്ങനെ, മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അവസ്ഥ ഒരു കാലത്തുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുന്നതാണ്. ആ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ സൂപ്പർവൈസർമാരോട് ഇക്കാര്യം പറഞ്ഞപ്പോ ഈ നിയോഗം ഇയാളെ കൊണ്ട് ബൈജു, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ മനാഫ് നമുക്കൊപ്പം ചേരുന്നു. മനാഫ്, താങ്കളടക്കമുള്ളവർക്ക് ഇതിനകത്ത് ഭീഷണിയുണ്ട് എന്ന് കൂടിയാണ് KV ബൈജു ഇതിനകത്ത് പറഞ്ഞു നിർത്തുന്നത്. ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നില്ലേ നിങ്ങളടക്കമുള്ളവർക്ക്? പോലീസ് എത്തിയതിനു ശേഷം അഭിഭാഷകരുടെ സാരഥ്യത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നു, അതുണ്ടായിട്ടില്ല. പോലീസ് എന്തുകൊണ്ടാണ് ഇത് അറിയിപ്പ് പോലും ഇല്ലാതെ അത് ക്യാൻസലാക്കിയത് എന്നുള്ള വിശദീകരണവും നൽകിയിട്ടില്ല? പ്രത്യേക അന്വേഷണ സംഘം വന്നിട്ട് പോലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണോ? ഒരു മണിക്കൂറോളം ഈ ശുചീകരണ തൊഴിലാളിനായിട്ട് അവിടെ വക്കീല്, മറ്റുള്ള എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ സൗജന്യ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നമ്മളെ പ്രവർത്തകരും എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇത് ഇന്ത്യയിൽ തന്നെ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കണെന്നുള്ള ഒരു ഇത്രയും പ്രമാദമായ ഒരു കേസ്, അതിന്റെ സാക്ഷിയായിട്ട് ഇതാ ഒരാള് പുറത്തു വന്നിട്ട് പറയാണ്, പിന്നെ ഞാൻ എടുത്തു തരാം, ഞാനാണ് കുഴിച്ചിട്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ഭരണകൂടം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു ഉത്തരം വേണമല്ലോ. ദിവസങ്ങള് ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി കൊടുത്ത കേസാണ്. ഇപ്പോഴും ഇതിനൊരു തീരുമാനമായില്ലേ? ഏറ്റവും ചെറിയ ഒരു കേസിന് വരെ കാണിക്കുന്ന ഒരു ഇത് പോലും ഈ ഇത്ര വലിയൊരു ഭീകരമായ ഈ കേസിന് പരിഗണന ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ആളിലെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നിരന്തരമായിട്ട് നമ്മള് ഈ വിഷയമായിട്ട് പോകും. എന്തായാലും ഒരു കാര്യത്തിൽ തീർച്ചയാണ്, ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണൊക്കെ അവിടുന്ന് മാന്തും. അതിന്ന് എടുക്കണ ശവങ്ങൾക്ക്, അതായത് മൃതദേഹങ്ങൾക്ക് ഒരു ഉത്തരം ഈ ഭരണകൂടം നൽകേണ്ടി വരും. മനാഫ്, പോലീസ് സുരക്ഷ ഉറപ്പു പറഞ്ഞിരുന്നു. ഇത്രയും വലിയ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി, ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പോലും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവങ്ങളില്ലേ? ഈ പോലീസ് സുരക്ഷ ഇപ്പോഴും കൊടുത്തിട്ടില്ല. ഇയാൾ എവിടെയാണെന്ന് അറിയുകയില്ല, അഭിഭാഷകരുടെ കൂടെയാണ് എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലേക്ക് പോലീസ് ഈ കടക്കുന്ന കാര്യങ്ങൾ, അത് ഒരു പക്ഷേ ഈ കേസിന്റെ മുന്നേ തന്നെ ഒടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. എങ്ങനെ കാണുന്നു അതിനെ? ഇന്ന് നിങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടില്ലേ? ഒരു വീഡിയോയിലുള്ളതാണ് യഥാർത്ഥത്തിൽ അയാള് പറയുന്നത്, ആയിരക്കണക്കിന് ആളുകളെ ഞാൻ തന്നെ അവിടെ മറവ് ചെയ്തിട്ടുണ്ടെന്ന. അത്രയും പ്രമാദമായ ഒരു കേസിന്റെ ഒരു ആളെ കൊണ്ടുവന്നത് ഒരു കാറിൽ ഒരു സുരക്ഷതയും ഇല്ലാതെ, ആ കാറിന്റെ പിന്നിൽ വന്നിട്ട് ഒരു വാഹനം ഇടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ അത്ര ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഇന്ന് വന്ന ഭീഷണി, എന്താ പറയാ, ധർമ്മസ്ഥലയിൽ കാല് കുത്തൂല എന്നാ പറയുന്നത്. അപ്പൊ ഈ ഭീഷണികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അവസാനം ഇതിന്റെ ഏകദേശം ഈ കേസിന്റെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എവിടെ വന്ന ഭീഷണിയാണ് അത് മനാഫ്? അത് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഇത് ആദ്യമായിട്ടാണോ? ഇങ്ങനൊരു ഭീഷണി ആദ്യമായിട്ടാണോ? അല്ലല്ലോ.
എനിക്ക് ആദ്യമായിട്ടാണ് ഈ കാര്യത്തിൽ അത്ഭുതം തോന്നുന്നത്. എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി ഈ കർണാടകക്കാരന്? അതുപോലെ തന്നെ ഞങ്ങൾ അപ്പൊ അന്വേഷണത്തിന് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തില്. നിങ്ങളെ എന്താ പറയാ, റിപ്പോർട്ടർ ബൈജുവേട്ടനും ഇതില് പ്രയാസപ്പെടുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് അടുത്തേക്ക് എത്തി. ഈ വിഷയം നമുക്ക് അധികം ദൂരമില്ല, തീർക്കാവുന്നതേ ഉള്ളൂ. ഈ അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത്? ഈ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്, പക്ഷെ പോലീസിന്റെ സുരക്ഷയില്ല, പോലീസ് ഇന്നത്തെ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ അന്വേഷണ സംഘം, നേരത്തെ ഞാൻ ബൈജുനോട് ചോദിച്ചു, അന്വേഷണ സംഘത്തിന്റെ ഓപ്പറേഷൻ പിന്നെ എന്താണ്? ഒരു പേരിന് ഒരു അന്വേഷണ സംഘമുണ്ട് എന്ന് മാത്രമാണോ? കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന SP ആണ് ഈ കേസിന്റെ തലപ്പത്തുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ 100% വിശ്വാസത്തിലെടുത്തിട്ട് നമ്മള് അദ്ദേഹത്തിന്റെ മുകളിലുള്ള വിശ്വാസ പ്രകാരമാണ് പല ആളുകളും ഈ രംഗത്തുള്ളത്. ഇതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരു വെളിപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല ആളുകളും ഈ ഒരു ന്യൂസ് 18-ന്റെയും മറ്റുള്ള 24 ന്യൂസിന്റെയും ഒക്കെ ഈ ഒരു 2 ചാനല് ആകെ ഈ കേരളത്തിൽ സജീവമായിട്ട് ഈ വിഷയം ഏറ്റെടുക്കുന്നുള്ളൂ. ഇതിന്റെ ഫലമായിട്ട് ഇന്ന് ഒരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു, ഒരു കൂട്ടര്. അപ്പൊ എന്താ പറഞ്ഞാൽ അവർക്ക് ഇത് തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നില്ല, ഭയാണ്. അവരെ സ്വന്തം ആള് കൊല ചെയ്യപ്പെട്ടതാണ്. മനാഫ, അത് കേരളത്തിൽ നിന്നാണോ? കേരളത്തിൽ നിന്നുള്ള ഫാമിലിയാണോ വിളിച്ചത്? അതെ, മലയാളി ഫാമിലിയാണ്. അത് വരും ദിവസങ്ങളിൽ അതൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന്റെ പിന്നില് അവര് പറഞ്ഞു മനസ്സിലാക്കണം. പല ആളുകളും ഭയാണ്, കാരണം അവര് പറഞ്ഞിട്ട് കാര്യമില്ല. മനാഫ്, ഒരു ഒറ്റ കാര്യം, ഒരു മലയാളി കുടുംബം വിളിച്ചിരിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പറയണ്ട, പക്ഷേ അവരുടെ കുടുംബാംഗം കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതിയായിട്ട് മുന്നോട്ട് പോകണം. അത് എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത്? അവർ നേരത്തെ വ്യക്തിപരമായിട്ട് അന്വേഷിച്ചപ്പോൾ നേരത്തെ ഈ സുജാത ഭട്ടിനൊക്കെ ഉണ്ടായതുപോലെയുള്ള പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണോ? അതെ, സുജാത ഭട്ടനെ ഇപ്പം തന്നെ ആലോചിക്കുക. അവരുടെ പ്രായം നല്ല പ്രായമുള്ള ഒരു അമ്മ ആണ് അത്. അവര് ഇപ്പോഴാണ് അതിന് ധൈര്യപ്പെട്ടിട്ട് എന്താണ് പല ആളുകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇതിന് മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിൽ എന്താണ് എനിക്ക് അല്ല, ഈ പറഞ്ഞ ഫാമിലിക്കും ഈ ഭീഷണി ഉണ്ടായോ? മനാഫിനെ വിളിച്ചു പറഞ്ഞവർക്കും അതേ ഭീഷണി ഉണ്ടായോ അന്വേഷിച്ച് ധർമ്മസ്ഥലയിൽ പോയപ്പോൾ? അതിന്റെ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ധർമ്മസ്ഥല പറഞ്ഞോളൂ. കേൾക്കാം മനാഫ്, പറയൂ. ധർമ്മസ്ഥലയിൽ വെച്ചിട്ടുള്ള ഒരു ശത്രുതയിന് കാരണം ഒരു അധ്യാപക ഫാമിലിയാണത്. അവര് കാസർഗോഡ് വന്നിട്ട് പിന്നീട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ധർമ്മസ്ഥലയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെട്ടതാണ്. ആ കേസ് വരുന്ന ആളുകളിൽ അവരോട് സംസാരിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് ഇനിയും ഫാമിലി, അവരുടെ കുട്ടികളെ ഭാവി കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് അവർ പിന്നോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഭയം കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നു. ഇവർക്ക് ന്യൂസ് 18 ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ, മറ്റുള്ള ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ഈ കാര്യങ്ങൾ ഹലോ മനാഫ്, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, പക്ഷെ പറഞ്ഞോളൂ, കേൾക്കാം. ഈ കാസർഗോഡ് നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് സ്ത്രീയാണോ? സ്ത്രീ തന്നെയാണോ ഈ കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്? അല്ല, പുരുഷനാ. ശരി, ഞാൻ അതിന്റെ ചെറിയ വിഷയമുണ്ട്, ഞാൻ മനാഫിലേക്ക് എത്താം. അതിനു മുൻപ് ഞാൻ ജയന്തിലേക്ക് കൂടി. ജയന്ത്, നിങ്ങളും ഈ ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. മനാഫിന്റെ ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ജയന്ത്, നിങ്ങൾക്കും ആ തരത്തിൽ പറയാൻ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായിട്ട് നിന്നവർക്ക് പോലും ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളൂടെ കടന്നു പോകേണ്ട സ്ഥിതി, അങ്ങനെ ഉള്ള മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഭീഷണി നേരിട്ട് വന്നിരിക്കുന്നു, ഇന്ന് വന്നിരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർക്കും മനാഫിനും ആ ഭീഷണി നേരിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ജയന്ത്, നിങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഏത് തരത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്? ഇന്ന് പോലീസ് പോലും ഈ പരിശോധനയ്ക്ക് വരാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഇതിന് ഇറങ്ങിയ പിന്നെ ഞാൻ തന്നെ, എനിക്ക് ജീവിതത്തിന് അപായമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ കുറെ കംപ്ലൈന്റുകൾ ചെയ്തിട്ടുണ്ട്.
സർക്കാരത്തിന്. അതേപോലെ ഇപ്പൊ എന്താന്ന് വെച്ചെങ്കിൽ ഇത് ആരുടെ എന്ന് പറഞ്ഞ ആരെ നടത്തുന്ന അവരുടെ പവർ ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട്. ആ ടി വിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കും, വേറെ ഒന്നും ചെയ്തോണ്ടിരിക്കുന്നില്ല. ഏത് രീതി വേണം ആ രീതി ഞങ്ങളെ എന്താ മാറ്റി തീർക്കാനുള്ള പണിയെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് കർണാടക ഒരേ ഒരു ടി വിക്കാരൻ ചെയ്യുന്നുള്ളൂ, പവർ ടി വി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനും നമ്മൾ തലച്ചുടാക്കുന്നില്ല. അവരിനി എന്തോ ചെയ്താലും നമ്മൾ ഇതിനൊന്നും തലച്ചുടാക്കുന്ന പരിപാടിയേ ഇല്ല. അവര് പിന്നെ ഇപ്പൊ കത്തിയെടുത്ത് നേരെ വന്നെന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുകയല്ലാതെ ഓടുന്ന പരിപാടിയൊന്നും ഇല്ല, ഓടാനും ഇല്ല ഞങ്ങൾ. ജയന്ത്, പക്ഷേ ജയന്ത് ആക്ഷൻ കൗൺസിൽ പലതവണ രൂപീകരിക്കപ്പെട്ടു. ഇത് 79 തൊട്ട് ഉയർന്ന പരാതികൾ. ഈ ആക്ഷൻ കൗൺസിലിന്റെ അംഗങ്ങളായിട്ടുള്ള പലരും ഈ സാഹചര്യങ്ങളിലൊക്കെ മരിച്ച റിപ്പോർട്ടുകളും ഉണ്ടായില്ലേ? എങ്ങനെ ഈ ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ മെമ്പർമാരായിട്ടുള്ളവരും ഇത്തരം ഭീഷണികളിലൂടെ കടന്നു പോകുക, ചിലർ മിസ്സിംഗ് ആവുക, അങ്ങനത്തെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നോ? മിസ്സിംഗ് ആയിട്ടില്ല, എന്നാലും ഭീഷണി ഭയങ്കരമായിട്ട് വന്നുകൊണ്ട് ഭീഷണി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഗിരീഷ് ഭട്ടൻ എന്ന് പറഞ്ഞ പുള്ളിനെ റോഡിൽ തടഞ്ഞിട്ട് ഒത്തിരി പേര് കൂടി അടിക്കാൻ കൂടിയതുണ്ട്. അങ്ങനെയൊക്കെ കുറെ ആയിക്കൊണ്ട് ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇതിന് നേരെ നിൽക്കുന്ന ആൾക്കാർക്ക് റോഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരേ ആളൊന്നും പോകാൻ പറ്റിയല്ല. അത് പോവാന്ന് ഒരു ടീമായിട്ടാ പോകുന്നത്. എവിടെയാണെങ്കിലും ടീമായിട്ടാ പോയിട്ട് വരും നമ്മള്. അതായത് താങ്കൾ അടക്കമുള്ളവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇതുമായിട്ട് മുന്നിട്ടിറങ്ങിയ ശേഷം എന്നാണോ? അതെ, ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ കർണാടകത്തിൽ അവിടെ സഞ്ചരിക്കാൻ എന്നെ ഒരു 6 സ്ഥലത്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. 1-2 സ്ഥലം അവരൊരു 100-300 പേര് കൂടി വരും. അതല്ല മംഗലത്തിന് ഉടുപ്പി തന്നെ ഞങ്ങളെ അറ്റാക്ക് ചെയ്തതാ. ഞങ്ങളെ വണ്ടിയൊക്കെ തടഞ്ഞു, വണ്ടിയുടെ ടയറെല്ലാം പഞ്ചർ ചെയ്തു. അത് 1 മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് വരുന്നത്, 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് വരുന്നത്. ആ അവസ്ഥയിലായത് ഞങ്ങൾക്ക്. എല്ലാം എന്താ പറഞ്ഞാൽ നേരത്തെ എതിർത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പേടിച്ചിട്ട് നമ്മൾ ആരും ഇവിടെ നിൽക്കുന്നില്ല, ഇനി നിൽക്കാൻ പോകുന്നതും ഇല്ല. ശരി, ഞാൻ തിരികെ വരാം. ജയന്ത്, ശ്രീമതി പി ഗീത, ഇതൊക്കെ നടക്കുന്നത് ഈ രാജ്യത്താണോ എന്ന് ചോദിക്കേണ്ടതായിട്ട് വരുന്നു. ഇത് എത്രയോ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സിനിമയിൽ പോലും കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ലോകം ഞെട്ടുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു കൊലപാതക പരമ്പരകളോ ഏറ്റവും വലിയ ക്രൂരതയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മണ്ണ് മാന്തുമ്പോൾ പുറത്തു വരിക. പക്ഷേ മണ്ണ് മാന്താൻ പോലും അനുവദിക്കാത്ത സാഹചര്യം, ഈ വെളിപ്പെടുത്തുന്ന സാക്ഷിക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മലയാളി സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. കാസർഗോഡ് നിന്ന് ഒരുപാട് പേർ അങ്ങോട്ട് പോകുന്നത്, മൂകാംബികയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മലയാളികളാണ്. അവിടെ പോകുന്നവരെല്ലാം ഉടുപ്പിലും ധർമ്മസ്ഥലയിലൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി പുറത്തേക്ക് വരാനുള്ള പരാതികളുടെ ഒരു പ്രളയം അവിടെ ഉണ്ടാകും. ഏത് രീതിയിലാണ് കാണുന്നത്? ഈ സർക്കാരും പോലീസും ഈ നിലപാടെടുക്കുമ്പോൾ പിന്നെ എന്താണ് ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്നത്? എന്താണ് ഇതെങ്ങനെ ഒരു കൂടുതൽ ശ്രദ്ധയിലേക്ക്, വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്ത സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? ശ്രീമതി പി ഗീത, സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പറയൂ, കേൾക്കാം. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, വീണ്ടും അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്നുകൂടി. ഓക്കെ, നമുക്ക് ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരികെ എത്താം. അതൊന്ന് പരിഹരിച്ച ശേഷം വീണ്ടും ഞങ്ങളുടെ റിപ്പോർട്ടർ ബൈജുവിലേക്ക് എത്താം. ബൈജു, ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പോലീസ് വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടില്ല. മനാഫു പറഞ്ഞതനുസരിച്ചിട്ട് ഭീഷണി വന്നിരിക്കുന്നു, ഇത് അന്വേഷണ സംഘങ്ങളെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇടപെടാത്ത പോലീസ്, ഈ പ്രധാനപ്പെട്ട ഈ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിക്ക് സുരക്ഷ നൽകാത്ത പോലീസ് ഇനിയുള്ള ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഏത് തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്? അതായത് വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടും നടക്കാത്ത കാര്യം, രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധങ്ങൾ അവിടെ ശക്തമാകുന്നുണ്ടോ? ഇതിൽ പ്രോപ്പറായിട്ട് അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപർണയിൽ പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രതിഷേധവുമായി പ്രക്ഷോഭവുമായി രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ ഞാൻ എത്തിയപ്പോൾ 2000-ലധികം ആളുകളാണ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. അതും ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളെ ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ കാണാനിടയായി. കാരണം ഈ പോലീസുമായി അല്പസമയം മുമ്പ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം, നാളെ ഈ ശുചീകരണ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിച്ച് ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തുമെന്നാണ് അവർ പറയുന്നത്. ഓരോ ദിവസവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നതുകൊണ്ട് തന്നെ അതിലൊരു പുതുമയില്ല. ഇനിയിപ്പോൾ നാളെ തെരച്ചിൽ നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പക്ഷെ നാളെ നടത്തുമെന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാലും സമ്മർദ്ദം ഇവർക്ക് കാര്യമായ സമ്മർദ്ദം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമങ്ങളുടെ ഭാഗത്തായാലും ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഇതിലിറങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഓരോ ആളുകൾ പറയുന്നുണ്ട്. ഇവരുടെ പഴയകാല അനുഭവങ്ങൾ. ആരും ഇത്
പുറത്തു പറയാൻ ധൈര്യം കാണിച്ചില്ല. അത് മാത്രമല്ല, മാധ്യമങ്ങൾ പലപ്പോഴും കന്നഡ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭയം കൊണ്ടും അത് ചില ആൾക്കാർ സ്വാധീനം കൊണ്ടുമൊക്കെ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനൊരു ഇടം ഉണ്ടായിരുന്നില്ല. ആക്ഷൻ കമ്മിറ്റിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ 2000 പേർ പങ്കെടുക്കുന്ന ഇത്രയും വലിയ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഒരു ക്യാമറ പോലും അവിടെ കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം, ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണികൾ അവർക്കുണ്ട്. അവർ കൂട്ടമായാണ് അവർ താമസിക്കുന്നത്. നമ്മളോട് തന്നെ പറഞ്ഞത് രാത്രി അവിടെ തങ്ങരുത്, കാരണം സുരക്ഷ നമുക്ക് നൽകാൻ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലാണ് പറഞ്ഞത്. അതുകൊണ്ട് രാത്രി തന്നെ അവിടെ തിരിച്ചു പോരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ ഏത് സമയത്തും ആക്രമിക്കപ്പെടാം. അത് ആ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ഇതിന്റെ അണികൾ ഇപ്പോഴും ഉണ്ട്. ആ പഴയ ആളുകൾ, അവരുടെ ആളുകൾ ഡി ഗ്യാങ് എന്നാണ് കഴിഞ്ഞ സമയത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ഡി ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു ഇപ്പോഴും അവിടെ സജീവമായി ഉണ്ട്. ഓരോ ആളുകളെയും നിരീക്ഷിക്കാനും ഇത്തരത്തിൽ അവരെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഒരു ഗ്യാങ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ ഇതിൽ കാര്യമായ ഈ പ്രതിരോധവും അല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. പിന്നെ ഒരു കൂട്ടം അഭിഭാഷകരെ അവരെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അവർ ഈ കാര്യത്തിൽ കയ്യും മെയ്യും മറന്ന്, അത് അവരുടെ ജോലി പോലും മറന്നാണ് അവർ ഈ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മംഗളൂരുവിൽ പോയാണ് അവർ ഈ പരാതി നൽകിയിരുന്നത്. ബാംഗ്ലൂരിലുള്ള അഭിഭാഷകരാണ്. അവർ ഇന്നും ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞ് അവർ അവിടെ എത്തിയിരുന്നു. അവർ ഇതിന്റെ പിന്നാലെ തന്നെ കഴിഞ്ഞ കുറെ ദിവസം ഉണ്ടായതോളം കരുതാൻ അത്രത്തോളം സപ്പോർട്ട് ഞാൻ തിരികെത്താം ബൈജു. ഞാൻ തിരികെത്താം ബൈജു. വീണ്ടും ശ്രീമതി പി ഗീത കേൾക്കാം എന്ന് തോന്നുന്നു. സാങ്കേതിക പ്രശ്നം അറിയുമ്പോൾ നമ്മൾ ചോദിച്ചു വന്നത് എന്ത് ചെയ്യാൻ കഴിയും ഇനി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പോലീസിന്റെ നിസ്സഹകരണം എത്രത്തോളമാണ്? അതിനപ്പുറത്തേക്കുണ്ട്. ഒരു വലിയ മാഫിയ ഇതിന് പിറകിലുണ്ട്. അതിനൊപ്പമാണ് പോലീസ് നിൽക്കുന്നത്. അതിന് മറികടക്കാൻ സർക്കാരിന് പോലും കഴിയാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇത് ഇന്നും നല്ല തുടങ്ങിയതല്ല. എത്രയോ 4 പതിറ്റാണ്ടുകളോളമായി കേസുകൾ തന്നെ വ്യക്തമായി വന്നിട്ടുള്ളത്. ഏത് തരത്തിലാണ് കാണുക? എത്രത്തോളം ഭയപ്പെടുത്തുന്നു ഈ കാര്യം? അപർണ, ഈ പെൺകൂട്ടക്കൊല വാസ്തവത്തിൽ ഒരു ലോക്കൽ വിഷയമല്ല. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ഗ്രാമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രാദേശിക വിഷയമായിട്ടല്ല നമ്മൾ ഇതിനെ ഇനി അഡ്രസ് ചെയ്യേണ്ടത്. ഇതൊരു ദേശീയ വിഷയമാണ്. ഹത്രസിലെ പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലെ അത്തരം ഇഷ്യൂ പോലെ നിർഭയ കേസ് പോലെയുള്ള ഒരു ദേശീയ വിഷയമാണ്. ഒരുപക്ഷെ അന്തർദേശീയ വിഷയം കൂടിയാണ് ശ്രീമതി പി ഗീത. അതെ, ഒരു അന്താരാഷ്ട്ര വിഷയം കൂടിയാണ് ഇതിന്റെ ഒരു വ്യാപ്തി നോക്കുകയാണെങ്കിൽ. അതെ, ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള വലിയൊരു സ്ത്രീ വിഷയമാണ്, വലിയൊരു മനുഷ്യ വിഷയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊരു മസാക്കറാണ്. ഇതൊരു സ്ത്രീകളുടെ ഒരു പെൺകൂട്ടക്കൊല ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതൊരു കൂട്ടക്കൊല, ഒരു മസാക്കറാണ്, ഒരു വംശഹത്യയുടെ ഒരു സ്വഭാവമുള്ള ഒരു കൂട്ടക്കൊല കൂടിയാണ് ഇത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ നേരത്തെ മനാഫ് എന്ന് പറഞ്ഞ ആൾ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. അപ്പൊ അയാള് പറയുന്നുണ്ട് കാസർഗോട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ അതിർത്തി കടത്തി കൊണ്ടുപോയിട്ട് ഒരാളെ ഇല്ലായ്മ ചെയ്തുവെങ്കിൽ എനിക്ക് യാതൊരു സംശയം തോന്നുന്നില്ല, സാങ്കേതികമായിട്ട് കേരള സർക്കാരിന് ഇടപെടാവുന്നതാണ്, ദേശീയ സർക്കാരിന് ഇടപെടാവുന്നതാണ്. എന്തുകൊണ്ടാണ് കർണാടകയിലെ മാധ്യമങ്ങൾ ഇതിൽ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരസ്യം കിട്ടുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും ന്യൂസ് 18 വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് ഞാൻ പറയുമ്പോ തന്നെ എനിക്ക് വലിയ ബേജാറ് തോന്നുന്നുണ്ട്. കാരണം ബൈജുവിനെ പോലെയുള്ള ഒരു റിപ്പോർട്ടർ അപകടത്തിന്റെ വലിയ മുനമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ ആക്ഷൻ കൗൺസില് അവരും അപകടത്തിലാണ് ഉള്ളത് എങ്കിൽ പോലും അവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ ഒരു അപകടത്തിലേക്ക് സ്വമേധയാ എടുത്തു ചാടിക്കൊണ്ട് ഒരു നാടിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരാണ് അവര്. ഒരു ദേശീയ പൗരർ എന്നുള്ള തരത്തിൽ തന്നെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി പി ഗീത, ഇതിനകത്ത് വളരെ നമുക്ക് ഒരു വലിയ വിഷയമുണ്ട് അതിൽ ഇടപെടണം എന്നത് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കേരളത്തിൽ അത് മലയാളികളായിട്ടുള്ള സ്ത്രീകൾ കാണാതായിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള പരാതികൾ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് അതിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിലേക്ക് മുന്നോട്ട് കിടക്കും. കർണാടകത്തിൽ സംശയമുള്ള ഇപ്പോൾ ഈ 79 തൊട്ടുള്ള പരാതികൾ വരുമ്പോൾ എത്ര പേർക്ക് പരാതിയുമായി മുന്നോട്ട് വരാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ നിന്ന് കൂടുതൽ മിസ്സിംഗ് കേസുകൾ പുറത്തേക്ക് വരികയും ഇതുമായി കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അതിൽ കേരള സർക്കാരിനും പോലീസിനും അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും. നമുക്ക് പോലും ഇവിടെയുള്ള സാംസ്കാരിക സ്ത്രീ പ്രവർത്തകർക്കടക്കം ഇതിനകത്ത് ഇടപെടാൻ കഴിയും. അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ ഇതിലേക്ക് തുറക്കാൻ കഴിയുന്ന ഏക ഡോറ് പോലും അതായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ബൈജു മനാഫും പറയുന്നത് അനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ
അതെ, അതായത് ഇപ്പൊ കേരളത്തില് അവർക്ക് കർണാടക പോലീസിനോട് പരാതി പറയാൻ പറ്റില്ലെങ്കിൽ കേരള സർക്കാരിനോട് പരാതി പറയുകയും കേരള സർക്കാരും കർണാടക സർക്കാരും തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് വളരെ വലിയ ഒരു സ്റ്റേറ്റിന്റെ വിഷയമായി മാറിക്കഴിഞ്ഞു. കേരള സംസ്ഥാനത്തിന്റെ കൂടി വിഷയമാണിതിപ്പോൾ. അതിൽ യാതൊരു സംശയമില്ല. കാരണം അങ്ങനെ ഇടപെട്ട് വരുമ്പോഴാണ് അതിൽ ദേശീയമാനം കിട്ടുന്നത്. അപ്പൊ അർജുന്റെ ബോഡി എങ്ങനെയാണോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ എത്രമാത്രം ജാഗ്രത നമ്മൾ പുലർത്തിയോ അത്രമാത്രം ജാഗ്രത ഈ വിഷയത്തിൽ മലയാളികളിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ സർക്കാരിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു, ദേശീയ സർക്കാരിൽ നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു. അതിന്റെ ക്ലെയിം അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ജനാധിപത്യ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇത്തരം നാടുവാഴി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാൻ സാധിക്കുക. ഇത് ഏതൊരു കാലഘട്ടമാണ്. ഇത് നമുക്ക് കേരളത്തിൽ ഇന്ന് ജീവിക്കുമ്പോ ഇത് കേൾക്കുമ്പോൾ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കാന്താര പോലെ ഒരു സിനിമയില് അതിലൊരു ജന്മിയുണ്ട്. നമ്മൾ കണ്ട സിനിമ മാത്രമാണത്. വാസ്തവത്തിൽ അത് അവിടെ അനുഭവിച്ചു തീർക്കുകയായിരുന്നു അവിടുത്തെ ജനത എന്നുള്ളത്. നമ്മളെ വാസ്തവത്തിൽ നമ്മുടെ സഹോദരരാണ് അവര്. അതുകൊണ്ട് തന്നെ ഇതില് സ്റ്റേറ്റ് വൈഡ് ഒരു വേർതിരിച്ച് നിൽക്കുന്നതിന് പകരമായിട്ട് തന്നെ ഇതില് ദേശീയ ലെവൽ തന്നെയുള്ള ആക്ഷൻ കൗൺസിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെയുള്ള അന്വേഷണ സംഘം, നോഡൽ ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കേണ്ടതുണ്ട്. ഇത് കർണാടകയിലെ പോലീസ് മാത്രം അന്വേഷിച്ചാൽ മതിയാവുന്ന ഒരു കേസാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു നോഡൽ ഏജൻസിയാണ് ഇനി ഇതിനെ അന്വേഷിക്കേണ്ടത്. ഇവിടെയുള്ള അല്ല ഞാൻ ചോദിക്കുന്നത് ശ്രീമതി പി ഗീത, ഇവിടെയുള്ള സ്ത്രീ സംഘടനകൾക്കടക്കം ഇതിലൊരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ലേ? എല്ലാ വഴികളും നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതോ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സോളിഡ് എവിഡൻസ് വന്നതിന് ശേഷം മാത്രം ഇടപെടാം, കേരളത്തിൽ നിന്നുള്ള പരാതികൾ വന്നതിന് ശേഷം മാത്രം ഇടപെടാം എന്നു കൂടിയുണ്ടോ? എന്നോടാണോ? അതെ. എന്താ ചോദിച്ചേ? സ്ത്രീ സംഘടനകൾക്ക് കൂടുതൽ കാര്യമായി ഒരു ഇടപെടാനോ സമ്മർദ്ദം ചെലുത്താനോ കഴിയില്ലേ? അതോ ഇതിലൊരു കൃത്യമായിട്ടൊരു എവിഡൻസോടുകൂടി കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇടപെടാം എന്നുള്ളതാണോ? ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ലേ സർക്കാരിലേക്ക്? സംഘടനകളുടെ സ്ത്രീ സംഘടനകൾക്ക് ഇതിൽ ഇടപെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ചെറിയ ഗ്രൂപ്പുകൾ, ഞങ്ങളെപ്പോലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളോ അല്ല ഇതിൽ ഇടപെടേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ സംഘടനകൾ അതിന്റെ നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കിയതിനു ശേഷം പക്ഷമോ പ്രതിപക്ഷമോ എന്ന് നോക്കാതെ ഇതിൽ ഇറങ്ങി ഇടപെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പി ഗീത, അതൊരു സജഷനാണ്. അത് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ തിരികെ എത്താം. റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ താങ്കളുടെ ഒരു പോലീസ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ തുടർ വരുന്ന ഈ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന ഒന്നാകും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ കർണാടകത്തിൽ പോലീസ് ഇതിനകത്ത് എടുക്കുന്ന നിലപാട് അത്യന്തം സംശയകരമാണ്, ദുരൂഹമാണ്. അതിപ്പോഴല്ല, അത് 79-ലെ വേദവല്ലി കേസ് തൊട്ട് ഇങ്ങോട്ട് ഈ അനന്യ ഭട്ടിന്റെ തിരോധാനമടക്കം നമുക്ക് അറിയാവുന്ന പേരുകളൊക്കെ പറയാൻ പറ്റുള്ളൂ, എത്രയോ ഉണ്ട്. ഈ മിസ്സിംഗ് കേസുകളടക്കം പോലീസ് എടുക്കുന്ന ആ നിലപാട് അത്യന്തം ദുരൂഹമാണ്. അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളത് വലിയ വിഷയമാണ്. സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട്. ഒരു വലിയ ഗ്യാങ്ങുകൾ ഇതിന്റെ പിറകിലുണ്ട്, വലിയ മാഫിയ ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ കേസ് മുന്നോട്ട് പോകും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് മിസ്സിംഗ് ആയ ആളുകളാണ്, മുമ്പാണ് ഇതിന്റെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം വന്ന ഈ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനോവിഷമം കൊണ്ട്, അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ട് അദ്ദേഹം ഇതൊക്കെ പുറത്ത് പറയുകയും അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു കിട്ടും. അതിന് നിയമസാധുത വന്നു കഴിഞ്ഞു. പക്ഷെ ഇവിടെയുള്ള പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കുഴിച്ചിടപ്പെട്ട ഡെഡ് ബോഡികൾ ഏതായാലും ശരി, ആ ഡെഡ് ബോഡി, ആരുടെ ഡെഡ് ബോഡി എവിടെ കുഴിച്ചിട്ടു എന്ന് വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് വിവരം പോലീസ് ശേഖരിച്ചതിന് ശേഷം ഓരോരോ ഡെഡ് ബോഡികൾ ഓരോ സ്ഥലത്തു നിന്നും എക്സിമേറ്റ് ചെയ്യണം. അതിന് RDOയുടെ സാന്നിധ്യത്തിൽ ഇനി അത് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ RDO ഓരോ കേസുകളാക്കിയിട്ട് RDOയുടെ അടുത്ത് കൊടുത്ത് അദ്ദേഹം ഈ കാണിക്കുന്ന ആ സ്ഥലം ഏതെന്ന് വ്യക്തമായി സ്പോട്ട് ചെയ്യുകയും ആ സ്പോട്ട് ചെയ്തെടുത്ത് ആരുടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വ്യക്തതയുള്ള സ്ഥലങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ഥലം വളരെ കൃത്യമായിട്ട്, ആ സ്ഥലം മാത്രമായിട്ട് അവിടെ നിന്ന് അത് എക്സിമേറ്റ് ചെയ്ത് അതിനകത്ത് കിട്ടുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുക. അതിനകത്ത് ചിലപ്പം ഈ വസ്ത്രത്തിന്റെ, അതായത് അഴുകി പോകാത്ത, കേടുവരാത്ത വസ്ത്രത്തിന്റെ ഭാഗം ഉണ്ടാവും, ഓർണമെന്റ്സിന്റെ ഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ശരീര ഭാഗത്തുണ്ടാകുന്ന ഏതെങ്കിലും എല്ല്, ഒടിവ്, പല്ല്
ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ അതൊക്കെ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് ഈ 10 കൊല്ലം 12 കൊല്ലം ഒക്കെ പഴക്കമുള്ളതിനകത്ത് വേറെ കാര്യമായിട്ടൊന്നും അവിടുന്ന് ലഭിക്കാൻ സാധ്യതയില്ല. അത് വെച്ചിട്ട് ആ സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ട ഇന്ന ബോഡിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അവിടുന്ന് കിട്ടുന്ന പദാർത്ഥങ്ങൾ വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസ്തുത വെച്ച് ഈ ആള് തന്നെയാണ് ഇവിടെ സംസ്കരിക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ദുഷ്കരമായ കാര്യം. അത് വളരെ കൂടുതൽ ശവശരീരം പല സ്ഥലങ്ങളിലായിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പോലീസിനെ സംബന്ധിച്ചുള്ള അവരുടെ ദൗത്യം ഏറ്റെടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പോലീസ് ഇങ്ങനെ അമാന്തിച്ചിരിക്കുന്നത്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ളതിനെ പറ്റി അവര് നമ്മളിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു. പലർക്കും പല അഭിപ്രായം പറയുന്നുണ്ട്. നിയമപരമായിട്ട് അതിനകത്ത് തടസ്സങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും പോലീസ് അമാന്തിച്ചേക്കുന്നത്. അല്ലെ സാധാരണഗതിയിൽ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഈ ബോഡി അടക്കം ചെയ്ത സ്ഥലത്തുനിന്ന് അത് മാന്തിയെടുക്കുക, അത് എക്സിമേറ്റ് ചെയ്തുകൊണ്ട് അത് നടപടിക്രമം എടുത്തതിന് ശേഷം ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമാന്തിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം. എത്ര സ്വാധീനം എന്ന് പറഞ്ഞാലും നടപടിക്രമങ്ങൾ ലാഘവത്തോടുകൂടി പോലീസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ലോ. പിന്നെ പ്രതിയേക്ക് വരുന്ന അവസരത്തില് സ്വാധീനങ്ങളൊക്കെ വരും. പക്ഷെ ഇപ്പൊ ആളെ എടുക്കുന്നതിനും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒന്നും അവർക്ക് തടസ്സമുണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അവർക്കറിയില്ല ആരുടെയാണ് ഇപ്പൊ എടുക്കാൻ പോണേ, ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമല്ലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ. പക്ഷെ ഇതിനകത്ത് വ്യക്തമായ ചില ആളുകളെ സംബന്ധിച്ച് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ത്രീ അല്ലെ ഇന്ന വ്യക്തികള്, അതായത് ഒരു സ്ഥലം വെക്കാത്തതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവിനെയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് വരുത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കേസുണ്ട്. പിന്നെ ആ പ്രദേശത്തുള്ള ചില പെൺകുട്ടികളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവരുടെ ശവശരീരം ഐഡന്റിഫൈ ചെയ്ത ശവശരീരങ്ങൾ ഉണ്ടാവും ചിലത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളെ മാത്രം ചെയ്തിട്ട് പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തെളിവ് ശേഖരിക്കുക. അല്ലെ മൊത്തത്തിൽ ഇതെല്ലാം പോലീസ് ഈ സാക്ഷിക്ക് വളരെ നിർണായകമായിട്ടുള്ള മൊഴികൾ നടന്ന സാക്ഷിക്ക് പോലീസ് സുരക്ഷ ഏത് തരത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനാഫ് അടക്കം പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞെട്ടൽ വരുന്നത്. അങ്ങനെ ഒരു വീഴ്ച പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടും അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് പോയാൽ എന്താണ് ആക്ഷൻ കൗൺസിൽ അടക്കം എന്താണ് ചെയ്യാൻ കഴിയുക? ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിയമപരമായിട്ട് ബാധ്യതയുണ്ട് പോലീസ്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ BNSSൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സുപ്രീം കോടതി തന്നെ പല ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ ബാധ്യതയാണ്, നിയമപരമായിട്ട് അവർ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് ചെയ്യുന്നതിന് പോലീസ് മുടന്തന്യായം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കോടതിയുടെ നിർദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കേസിൽ നിർണായകമായ തെളിവുകൾ കൊടുത്ത് അദ്ദേഹത്തിന് അപകടം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം പോലീസിലാണ്, അന്വേഷണ ഏജൻസിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് കൊണ്ട് താമസിപ്പിക്കുക, അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം താമസിപ്പിക്കുക, അദ്ദേഹത്തിന് മെയിൻ്റനൻസ്, അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചെലവുകളും കൊടുത്തു ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് അത് ശുഷ്കാന്തിയോട് ചെയ്യേണ്ട. അത് വീഴ്ച വരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള വീഴ്ചകളൊന്നും വലുതായിട്ട് വരുത്താൻ പറ്റില്ല, കാരണം ജനങ്ങൾ അതിനെ വിടില്ല. പക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഇനി അന്വേഷണം അങ്ങോട്ട് പോകുന്ന ഞാൻ തിരികെ എത്താം. ശ്രീ സുഭാഷ് ബാബു, ഒരിക്കൽ കൂടി മനാഫിലേക്ക്. മനാഫ്, ഇനി മുന്നിലുള്ള ചില വഴികൾ നിങ്ങൾ പറഞ്ഞ പോലെ കാസർഗോഡ് നടക്കം പരാതി വന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ നിന്ന് കാണാതായവരുടെ കേസുകൾ സധൈര്യം അത്തരം പരാതികൾ മുന്നോട്ട് വരികയാണെങ്കിൽ കേരള പോലീസിനടക്കം ഇടപെടാം, സംസ്ഥാന സർക്കാർ ഇടപെടാം, അങ്ങനെ ദേശീയ സർക്കാർ ഈ വിഷയത്തിന് ഇടപെടാൻ പറ്റും. ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ നിന്നേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ്, നിങ്ങൾക്കും അറിയാം. ആക്ഷൻ കൗൺസിലെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റൂട്ട് കർണാടകത്തിലേക്കാളും കേരളത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ധർമ്മസ്ഥലയിൽ കാണാതായി കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടോ? അത് കൂടി നിങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടോ ഈ സമയത്ത്? ഓഡിയോ ചെറിയ വിഷയം. തീർച്ചയായിട്ടും എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ന്യൂസ് 18 ഒരു ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യണം. ഇതുപോലെയുള്ള ഇനി ഏതെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ന്യൂസ് 18ലേക്ക് വിളിച്ചറിയിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ആശങ്ക ഉണ്ട്, ന്യൂസ് 18 ഇനി എത്ര കാലം ഇതേമാതിരി ഈ ന്യൂസിന്റെ പിന്നാലെ പോകാൻ കഴിയുന്നു. ഇതിനെ ശബ്ദം ഉയർത്തുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ള എല്ലാ ശക്തിയുള്ള ഒരു വിഭാഗം ആളുകളോടാണ് നമ്മൾ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാലേ നമുക്ക് ശിരൂരിൽ നടന്ന അതേമാതിരത്തെ ഒരു പോരാട്ടം നടത്താൻ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ ന്യൂസ് 18 എടുക്കുന്ന എഫേർട്ട് ചില്ലറല്ല. അപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്, എവിടാണുള്ളത് ഇന്ത്യയില്
നമ്മളെ കേരളത്തിന്റെ തൊട്ടടുത്ത അയൽപക്ക സംസ്ഥാനത്താണ് ആയിരക്കണക്കിന് ആളുകളെ മറവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വിഷയം നടക്കുന്നത്. ഈ വിഷയത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് 76 കൊല്ലമായിട്ട് നമ്മൾ ഇപ്പോഴും പുരോഗമനം പ്രാപിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്രൂട്ടലായിട്ട് എന്താ പറയാ കൊലപാതക പരമ്പരയാണ് ആ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന ഒരു കേസിൽ അതിന്റെ ഏറ്റവും വലിയൊരു സാക്ഷിയായ ഏക സാക്ഷി എന്ന് തന്നെ പറയാ വേണമെങ്കിൽ തൽക്കാലം ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ അങ്ങനത്തെ ഒരു സാക്ഷിനെ കൊണ്ടുവന്ന എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ്. കഴിഞ്ഞ ഒരു കേസ് മാഡത്തിന് ഓർമ്മ ഉണ്ടോ? എലത്തൂർ ഒരു കേസ്, അതിലുള്ള പ്രതിനെ കൊണ്ടുവന്ന കേരളത്തിൽ ഉണ്ടായ കോളിളക്കം ഓർമ്മ ഉണ്ടോ? അപ്പം അത്തരത്തിലൊന്നും ആരും സംസാരിക്കാൻ കർണാടകയിൽ ഇല്ല. ഇത് മൊത്തം മനാഫ് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, രാഷ്ട്രീയ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട് എന്നൊരു ആരോപണമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനമൊക്കെ വരുമ്പോഴും അത് ആയുധമാക്കാൻ മറുവിഭാഗം ശ്രമിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു പക്ഷേ അത് ഏത് തരത്തിലാണെങ്കിലും സത്യമൊക്കെ പുറത്തു വരുന്ന അതിന് അത് കാരണമാകാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ മാഫിയ ഇതിന് പിറകിലുണ്ടോ? ഏതെങ്കിലും ഒരു തരത്തിലും ഒരു എതിർ ശബ്ദം ഉയരുന്നേ ഇല്ല എന്നുള്ളതിന് പിറകിൽ അതായിരിക്കുമോ? തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകത്തിന് എല്ലാ സാഹചര്യവും ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ആ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് ബദലായിട്ട് ഇതിപ്പോഴും അവിടെ വന്നിട്ട് 1 മണിക്കൂറോളം ആ ഒരു എന്താ പറയാ അഡ്വക്കേറ്റ് സംഘവും ഈ സാക്ഷിയും അവിടെ നിൽക്കുകയാണ് ഒരു കാട്ടില്. നമ്മളെ ഇന്ത്യയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഇന്ത്യന്റെ ഈ ഒരു സംവിധാനത്തിന് തന്നെ നാണക്കേടാണ് ഈ ഒരു സംവിധാനം. തീർച്ചയായിട്ടും അവിടെ എത്രയും പെട്ടെന്ന് നമ്മളവിടെ ഈ നാട്ടിൽ ഇന്ത്യയിൽ ബ്രെഡ് കട്ടവനെ പിടിക്കാൻ 10 പോലീസ് വണ്ടി വരുന്ന നാടാണ് നമ്മളത്. ആ നാട്ടിലാണ് ഒരു ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചു മൂടപ്പെട്ടത് എടുത്തു തരാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് അയാൾ ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് ഈ കേസിന് പിന്നെ ഒരു അർത്ഥമില്ല. 2012 മുതൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണിത്. 2012 മുതൽ തുടങ്ങിയിട്ട് 2025 ഇതിന് ഏറ്റവും എന്താ പറയാ ആധികാരികമായിട്ടുള്ള ഒരു സാക്ഷിനെ കിട്ടിയത് ഈ കേസിന്. ചെറിയ കാര്യമല്ല. 2011 സൗജന്യ കൊലപാതകത്തിന് ശേഷം ഉണ്ടായ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ. ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ നിരന്തരമായ പോരാട്ടം കാരണം ഈ 2025 വരെ പോരാടി അതിന്റെ ഇടയിൽ പല ആളുകളും ഈ കൂട്ടത്തിലുള്ളവരെ നഷ്ടപ്പെട്ടിട്ട് പോലും ഈ പോരാട്ടം കൊണ്ടുപോയതാ. അത് മനസ്സിലാക്കണം. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2012 മുതൽ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പ്രവർത്തകർക്ക് എത്ര ആള് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പല അപായങ്ങള് വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കേസിൽ 2025 വരെ പിടിച്ചു നിന്ന ഒരു വിഭാഗം ആളുകളാണ് ഇപ്പോഴാണ് ഒരു നല്ലൊരു ഉത്തമമായ ഒരു സാക്ഷിയെ കിട്ടുന്നത്. അദ്ദേഹം പോയിട്ട് ഒരു സ്കൾട്ടൻ എടുത്തു കൊണ്ടുവന്ന് ജനങ്ങളെ മുന്നിൽ കാണിച്ച് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ ഉള്ളത്? ഇനിയുള്ളത് അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ അയാളെ കൊണ്ട് അവിടെ ഉള്ള അയാള് എവിടേക്കാണോ ഇത് മറവ് ചെയ്തത് അതൊക്കെ എടുക്കേണ്ടതുണ്ട്. ഇതിന് സ്വാഭാവികമായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി കുറച്ച് ദിവസം സമയം വേണ്ടി വരുന്നു. ആ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. പിന്നീട് ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ആളുകൾ ഒരുപാട് സ്വാധീനമുള്ള ആളുകളാണ്. ഇതിന്റെ കൂടെ നിൽക്കണ ഈ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്ക് എന്തും സംഭവിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനി ആളുകൾക്ക് സംഭവിച്ചതിന് ശേഷമാണോ ഈ സമൂഹം കൺതുറക്കുക എന്നുള്ളത് ഒരു ആശങ്കാജനകമായ കാര്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നന്ദി മനാഫ്. നമുക്കൊപ്പം ചേർന്ന മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ജയന്തിലേക്കൂടി. ജയന്ത്, യൂട്യൂബർ സമീർ ഈ വീഡിയോയുമായി പുറത്തു വരുമ്പോൾ ഇതൊരു മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ, അതൊരു വർഗീയതയുടെ ഒരു ടോണിലേക്ക് കൊണ്ടുപോയി ഈ വിഷയം അടിച്ചമർത്താനുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ഷൻ കൗൺസിലിനെതിരെയുള്ള ആക്രമണങ്ങളിലൊക്കെ അത്തരം ചില നീക്കങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഈ വളരെ ചെറുപ്പക്കാരൊക്കെ ആണ് ആക്ഷൻ കൗൺസിലിൽ ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ കെ വി ബൈജു എന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇത് പ്രതിരോധിക്കുന്നത്? ശ്രീ ജയന്ത് കേൾക്കാമോ? മ്യൂട്ടാണ്. പറഞ്ഞോളൂ. സമീറിന്റെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇതന്നെ ചെയ്തോണ്ടിരിക്കുന്ന ഇവിടെ. അവൻ ആദ്യ ഈ ജാതിയാന്ന് പറഞ്ഞിട്ട് അടിച്ചു എന്നുള്ള പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത്. അന്നാലൊന്നും നമ്മളൊന്നും തല ആക്കി കൊടുത്തിട്ടൊന്നും ഇല്ല.
ഒറ്റക്കെട്ടായിട്ട് ഇന്നത്തെ ഇപ്പൊ നമ്മൾ ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഈ ന്യൂസ് 18 മീഡിയ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, കേരളത്തോട്ട് രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധി പിടിച്ച് കൊണ്ട് ചോദിക്കണം, കർണാടകയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്നും അറിയുന്നില്ലെന്ന് ചോദിക്കണം. ഇത് നാഷണൽ ന്യൂസ് ആയിട്ടിരിക്കുന്ന കർണാടക മാധ്യമം ആരും ശുദ്ധി ചെയ്യുന്നില്ല. അന്നേരം നാഷണൽ ന്യൂസ് ആയിട്ടുണ്ട്. അന്നേരം രാഹുൽ ഗാന്ധി ചോദിക്കണം കർണാടകത്തിൽ എന്താ നടന്നിരിക്കുന്നതെന്ന്. എന്തും കൊണ്ട് SIT തനിക്ക് വരണം ഗ്രൂപ്പിൽ ചോദിക്കണം അവരോട്. അവർക്ക് ഇവിടെ SP ശരി, SP എന്തിനാണ് SP നല്ലവരോ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് എന്തുകൊണ്ടാണെന്നറിയാം. ഇന്നങ്ങനെ ഒരു അവിടെ കൊണ്ടുചെന്നപ്പോഴും ഒരു പോലീസ് വണ്ടി പോലും വരുന്നില്ലല്ലോ. അരമണിക്കൂർ വേണോ? അന്ന് ഇതിന്റെ ബാക്കിൽ എത്ര പ്രഭാവികളാ? ഇത് മനസ്സിലാക്കണം. ഇപ്പൊ ചോദിക്കുന്ന കർണാടകത്തിലുള്ള MR MP എല്ലാം തപ്പിന്ന് ഞങ്ങള് എവിടെ തപ്പണ്ടി ഒരു അവാവസ്ഥയിലായി. ഞാൻ ചോദിക്കുന്ന കേരളത്ത് കോൺഗ്രസിന്റെ MLA ഉണ്ടെങ്കിൽ MP ഉണ്ടെങ്കിൽ ചോദ്യം നിങ്ങൾ എവിടെയാന്ന് ചോദ്യം. ഇത് നാഷണൽ ന്യൂസ് അല്ലയോ? 1, 2 അല്ല, 1000 ബോഡികളെ മൃഗങ്ങളെ എടുക്കണം. അതൊന്നും എടുക്കണ്ടോ? ഇത് ചോദിക്കണം. ഇതിനു വേണ്ടി ഇടീ നാട്, ഇടീ ഇന്ത്യക്കാർ ചോദിക്കണം. കർണാടക മാത്രമല്ല, ഇടീ ഇന്ത്യയിലാണ്. അവിടെ കർണാടക മാത്രമല്ല, എല്ലാ രാജ്യത്തെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഓരോ എന്താ എടുത്തുകളിയും മാറ്റിയ ആരൊക്കെ എവിടെയൊക്കെ എന്താന്ന്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു നിങ്ങളുടെ ന്യൂസ് മുഖാന്തരമായിട്ട് ഒരു നമ്പർ കൊടുക്കണം. ഇത് വിളിയായിട്ട് ഇവിടെ വന്നിട്ട് ആർക്കൊക്കെ പ്രശ്നമായിട്ടുണ്ട് അവരൊക്കെ ഞങ്ങളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആക്കണം. അതിന് ഞങ്ങളൊന്ന് ഞങ്ങൾക്ക് താഴെ ഞങ്ങൾ SPക്ക് എന്താ കൊടുക്കുന്ന അവസ്ഥയാക്കി ഞങ്ങള് തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. ഇത് ഇല്ലെങ്കിൽ ആകെയല്ല ഇത് ചെറുത വിഷയം നല്ലത്. ഓക്കെ ജയന്ത്, നാളെ ഈ പരിശോധന നടക്കും, പോലീസ് വരും, അങ്ങനെ ഒരു സൂചനയെങ്കിലും ഉണ്ടോ? ഇന്ന് അങ്ങനെ ഒരു സൂചനയെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഇല്ല, നാളെ പറഞ്ഞിട്ടില്ല എന്താന്ന്. ഇവരൊക്കെ രാത്രി 12 മണി 1 മണിയാവും മെസ്സേജ് മെയിൽ ചെയ്യും, നാളെ വരും, ഇല്ല നാളെ കഴിഞ്ഞ് വരും എന്ന് പറയും. ഇതാ ഇവരുടെ പരിപാടി. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു ഇത്ര ദിവസം വേണോ? എത്ര 3-ാം തീയതി കൊടുത്ത FIR അതല്ലേ? ശരി, ഏതുണ്ടെങ്കിലും ശരി, SIT റച്ചന ആവട്ടെ, ഇല്ലെങ്കിൽ ഇനി അതിനേക്കാൾ വലിയ CBI കൊടുക്കട്ടെ, എന്ത് വേണം ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ അവൻ പറഞ്ഞ സത്യമാണോ അല്ലയോ അത് എൻക്വയറി ചെയ്യണമല്ലോ. അതിന് ഒരു ബോഡിയെങ്കിലും എടുപ്പിക്കണമല്ലോ, അല്ലെ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടല്ലേ SIT രൂപീകരിക്കണ്ടേ? SIT റച്ചന അത് കഴിയണം. അത് കഴിഞ്ഞ് 2-3 ബോഡി എടുത്തു കഴിഞ്ഞാൽ ശരി, ചെറുത് വിഷയമല്ല, ഇത് വലിയ വിഷയമാണ്, ഇത് ഇവിടെ നിൽക്കല, ഇവിടുത്തെ പോലീസുമാരെ പറ്റിയല്ല, അതിന് വേണ്ടിയിട്ട് ഒരു SIT റച്ചിയെ പറ്റുള്ളൂ. അത് ചെയ്യണം. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി വരുമ്പോ അവിടെ കൊണ്ടുപോയി മൈക്ക് പിടിച്ച് ചോദിക്കണം. ആ ഒരു ഉപകാരം ചെയ്യാനാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത്, അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിലേക്ക് പോകാനുള്ളത്. വളരെയധികം നന്ദി. ഞാൻ ശ്രീമതി P. ഗീത, രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്താണ് ചോദ്യം വരേണ്ടത്. അത് ഇവിടെ നിന്ന് ഇടപെടണം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന വിഷയമാണ്. ചെറിയ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയാണെങ്കിൽ പോലും അത് ഉന്നയിക്കപ്പെടുന്ന, കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ നേതൃത്വങ്ങളോ ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുമോ എന്നും അറിയില്ല. സ്വാഭാവികമായിട്ടും അതുതന്നെ ഒരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. 2-3 എവിഡൻസ് കിട്ടിയതിന് ശേഷം രൂപീകരിക്കേണ്ടതാണ് SIT എന്നാണ് ജയന്ത് പറയുന്നത്. അതിന് മുന്നേ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദേശീയ തലത്തിൽ ഇടപെടണമെങ്കിൽ ഈ ചെറിയ സമ്മർദ്ദം മതിയാകില്ല. അതാണ് ഞാൻ എന്റെ പ്രൈം റിക്വസ്റ്റ് അത് തന്നെയാണ് ഗവൺമെന്റിനോട്. ഇത് ദേശീയ ഇഷ്യൂ ആണ്, നാഷണൽ വൈഡ് ഇഷ്യൂ ആണ്. കാരണം അനന്യ ഭട്ട് എന്നുള്ളത് ബംഗാളിയാണ്, ഇപ്പുറത്തെ കാസർഗോഡുകാരൻ പോയിട്ടുണ്ട്, അപ്പൊ മലയാളിയാണത്, അവിടെ കിടക്കുന്ന തമിഴാണ്, പിന്നെ വന്നിട്ടുള്ള തീർത്ഥാടകർ ഏതൊക്കെ നാട്ടുകാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. എത്ര മിസ്സിംഗ് കേസുകൾ അവിടെ വന്നിട്ടുണ്ട്? ഇപ്പൊ 484 മിസ്സിംഗ് കേസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ വേദവല്ലി ടീച്ചറുടെ മുതൽക്കാണ് തുടങ്ങുന്നത്. അവരവിടുത്തുകാരി തന്നെയാണോ? അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോ എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നാവില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇത് ഒരു സ്ത്രീകൾ മാത്രം മരിച്ച വിഷയമൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞ വംശഹത്യയുടെ സ്വഭാവമുള്ള ഒരു മസാക്കറാണിത്. അത് ലാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ശരീരം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രമാത്രം ഫ്യൂഡലാണ് ആ കാഴ്ച എന്ന് തന്നെ തിരിച്ചറിയണം നമ്മള്.
ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ആധുനികതയുടെ കാലഘട്ടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയാത്തത്? ഇത്ര വലിയ നാഷണൽ വൈഡ് ഇഷ്യൂ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്നുള്ള പ്രൈം മിനിസ്റ്റർക്ക് ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്തത്? അവര് ഇടപെടണം. അത് ഇടപെടിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു നാഷണൽ വൈഡ് ആക്ഷൻ കൗൺസിലാണ് അടുത്തുണ്ടാവേണ്ടത്. ആ നാഷണൽ വൈഡ് ആക്ഷൻ കൗൺസിലിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രൈം ഡ്യൂട്ടി എന്നുള്ളത് ഇത് അവിടുത്തെ ഭരണകക്ഷിയെയും അവിടുത്തെ പ്രതിപക്ഷത്തെയും ഇടപെടിച്ചുകൊണ്ട് ഇവിടെ ദേശീയ ലെവലിലുള്ള ഒരു അന്വേഷണം വരിക എന്നുള്ളതാണ്. കമ്മീഷനോ കമ്മിറ്റിയോ അല്ല, അന്വേഷണ സംഘമാണ് വരേണ്ടത്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള, ബംഗാളിൽ നിന്ന് മിസ്സിംഗ് ആണ്, അപ്പൊ ബംഗാളി പോലീസ് വരട്ടെ. കേരളത്തിൽ നിന്ന് മിസ്സിംഗ് ആണ്, കേരള പോലീസ് വരട്ടെ. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ വ്യത്യസ്ത റേഞ്ചിലുള്ള അന്വേഷണ സംഘങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെയാണ് കർണാടകത്തിലെ കുറച്ച് പോലീസുകാരെയും ഒരു SP ചാർജും കൊടുത്തിട്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം അല്ല അവിടെ വേണ്ടത്. കാരണം ഈ സാക്ഷിയുടെ ലൈഫിന് എന്താണ് നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നത്? ഈ ആകെയുള്ള ഒരു സാക്ഷിയാണ്. ഇനിയിപ്പോ അയാൾ പറയുന്നത് നുണയാണെങ്കിൽ അയാളെ ശിക്ഷിക്കണ്ടേ? ഇത്രയും വലിയ ഒരു ട്രോമയിലേക്ക് ഒരു രാഷ്ട്രത്തെ തള്ളിവിട്ടു എങ്കിൽ അയാൾ ശിക്ഷാർഹനാണ്. അപ്പൊ അതെങ്കിലും തെളിയിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ടാണ്, ആരാണ് ഇതിനെ തടയുന്നത്? ആര് തന്നെ തടയട്ടെ. എന്താണ് ഗവൺമെന്റിന്റെ തടസ്സം? എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ തടസ്സം? അപ്പൊ അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും ഇത് ദേശീയ ലെവൽ ഇഷ്യൂ ആണ്. ഒരു ന്യൂസ് 18 കേരളത്തിലെ കുറച്ച് റിപ്പോർട്ടർമാരോ കേരളത്തിലെ ഒറ്റപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്ത്രീ പ്രവർത്തകകളോ മാത്രം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല. ഇത് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണം. അത്തരത്തിലുള്ള വലിയൊരു ആക്ഷൻ കൗൺസിലിന്റെ സാധ്യതയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം ഇവിടെ തീർച്ചയായിട്ടും ഇത് ഇപ്പൊ തന്നെ വൈകി 40 കൊല്ലം എന്ന് പറയുമ്പോൾ ബാക്കി എന്തുണ്ടാവും? സുരേഷ് ബാബു സാർ ചോദിച്ചതുപോലെ തുണിയുടെ കഷ്ണങ്ങളൊന്നും എന്തായാലും ഉണ്ടാവില്ല. വല്ല പല്ലോ എല്ലോ അതിൽ നിന്ന് DNA കണ്ടെത്തണമെങ്കിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും, ഈ 40 വയസ്സായിട്ടുള്ള ആളുടെ അച്ഛനും അമ്മ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ട്രോമയിൽ അവര് ഇപ്പൊ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിശ്ചയമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ അനിശ്ചിതത്വത്തിന്റെ മുകളിലാണ് ഈ സംഗതി, ഈ കേസ് കിടക്കുന്നത്. അത് അത്ര സിമ്പിൾ കേസല്ല. അതത്ര ലളിതമായിട്ട് ശ്രീമതി പി ഗീത, അത് വളരെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ആക്ഷൻ കൗൺസിലിന്റെ സംവിധാനം പോലെ അത് എവിടെ നിന്നാണ് വരേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. ശ്രീ സുഭാഷ് ബാബു, 20,000-ഓളം സ്ത്രീകളെ കാണാതായി എന്നുള്ളൊരു കണക്ക്, 20,000 സ്ത്രീകളെ കാണാതായിട്ടുണ്ട് എന്ന് ആക്ഷൻ കൗൺസിൽ പറയുമ്പോൾ ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമസഭാ ചോദ്യത്തിൽ തന്നെ വന്ന കണക്കാണ്. ധർമ്മസ്ഥലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളൊക്കെ അതിനകത്തുണ്ട്. 260 പേരെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു സാഹചര്യം. കുത്തഴിഞ്ഞ് കിടക്കുകയാണോ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം? ഈ നേരത്തെ പറഞ്ഞ ഡി ഗ്യാങ്ങുകളൊക്കെ ഒരു പുതിയ കാര്യമേ അല്ല. കർണാടകത്തിൽ നിറങ്ങുന്ന സിനിമകൾ അഡ്രസ്സ് ചെയ്യുന്ന, ഗ്യാങ്സ്റ്റർ സിനിമകളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കഥകളൊന്നും ഇല്ലാ കഥകളല്ല. അതിലും വലുത് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. കുറെ കാലമായിട്ട് എന്തുകൊണ്ട് കർണാടക പോലീസിന് ആ തരത്തിലുള്ള ഒരു സ്ഥിതി, ഒരു സ്റ്റാറ്റസ് കോയിൽ കൂടെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മളെ കേരള സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായ പോലീസിംഗ് ആണ് എല്ലാ സ്ഥലത്തും. അവിടെ സ്വാധീനമുള്ള ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നവരൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പോലീസിലും മറ്റ് നിയമ സംവിധാനങ്ങളിലും ഒക്കെ സമീപിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടും നീതി നിഷേധത്തിന്റെ നടുവിലൊക്കെയാണ് പല ആളുകളും ജീവിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവനോ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാധീനമുള്ളവനോ മാത്രം പിടിച്ചു നിൽക്കാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനവും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സംവിധാനമാണ് പല സംസ്ഥാനങ്ങളിലും പോലീസിനെ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനിപ്പം നേരത്തെ നമ്മുടെ ഈ പാനലിസ്റ്റ് പറഞ്ഞു, ഈ ശ്രീമതി ഗീത ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ പ്രകാരം ഇതിനകത്ത് എവിടെ നിന്നൊക്കെ ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് ഇപ്പം 485 കേസുകളോ മറ്റോ പോലീസ് അവിടുന്ന് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ മാത്രം റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇത്ര വർഷങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ മിസ് ചെയ്ത ആളുകളോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഏകദേശം ഒരു കണക്കെടുത്തിട്ട് അവരുടെ ഐഡന്റിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ഈ നമ്മളിപ്പം ഇവിടെ ഞാനാണ് ശവശരീരം കുറെ എന്നെ നിർബന്ധിച്ച് ഭയപ്പെടുത്തി ചെയ്തതാണെന്ന് പറയുന്നത്, അതിൽ ഏതെങ്കിലും വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുകയാണെങ്കിൽ ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അവിടെ കുഴിച്ചെടുത്തതിന് ശേഷം അയാളെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഈ കേസുകൾ ഒരൊറ്റ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് ആണ് ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അത് വളരെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന്റെ 100% സത്യസന്ധതയോടുകൂടിയുള്ള
വെളിപ്പെടുത്തലായിരിക്കണം. ആ സ്ഥലം കൃത്യമായിട്ട് അദ്ദേഹത്തിന് പിന്നെ കാണിച്ചു കൊടുക്കാൻ സാധനം ആ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും വിവരം കിട്ടുമെന്ന് നോക്കണം. അത് അവിടെ മാത്രം ഒതുങ്ങിയിരിക്കണം. കാരണം ഏതൊക്കെ രീതിയിലാണ് ഈ ഓരോ വർഷവും ഓരോ സമയത്തും ഇത് കൊണ്ടൊന്ന് കുഴിച്ചിട്ടതെന്ന് അല്ലെങ്കിൽ സംസ്കരിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അല്ലാതെ വേറെ പലരും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് ബോഡി എവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ പ്രാഥമികമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഐഡന്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ ഇതിനകത്ത് കുറെ പ്രതികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ പ്രതികളെ ഈ പറയുന്ന ഏതൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മിസ്സിംഗ് ഉള്ള ആളുകളെ സംബന്ധിച്ചുകൊണ്ട് അവിടുത്തെ ഈ എക്സിബിഷൻ സമയത്ത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതില് സാധ്യതയുള്ള പ്രതികളായിട്ട് അദ്ദേഹം പറയുന്ന ആളുകളെ പിടിച്ച് ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന തെളിവിന്റെ അടിസ്ഥാനത്തില് ഒരു പരിധി വരെ കേസുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും ശ്രീ സുഭാഷ് ബാബു, അപ്പോൾ പോലും അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പരിശോധന നടക്കണം. ആ പരിശോധന പോലും നടക്കാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പ്രത്യേകിച്ച് കൂടുതൽ മലയാളികൾ മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പരാതികളൊക്കെ വരുമ്പോൾ മനാഫ് അടക്കം പറഞ്ഞിരിക്കുന്ന വരും ദിവസങ്ങളിൽ അതൊരു വലിയ വിഷയമാകും. കാസർഗോഡ് നിന്ന് കാണാതായിരിക്കുന്ന മലയാളി ആരാണ്, ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള പരാതികൾ വരുമ്പോൾ കേരള പോലീസിനടക്കം ഇടപെടേണ്ടതായിട്ട് വരില്ലേ? ഇപ്പോൾ അനങ്ങാതെ പ്രതികരിക്കാതെ നിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇതിനകത്ത് ഇടപെടേണ്ടതായിട്ട് വരില്ലേ? ഇതൊരു ദേശീയ അന്തർദേശീയ വിഷയമായതുകൊണ്ട് എന്നുള്ളതാണ് KV ബൈജു ഞങ്ങളുടെ റിപ്പോർട്ടർ പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നടത്തുന്ന ഇടപെടൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പോലും വലിയ ഭീഷണിയിലേക്കൊക്കെ വഴിവെച്ചിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. പക്ഷേ മാധ്യമധർമ്മം ഇത് മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, ധർമ്മസ്ഥലയിൽ ഇങ്ങനെ ആരോപിക്കപ്പെടുന്നതിൽ ദുരൂഹതയുണ്ടോ? ഈ പരാതികളെല്ലാം പുറത്തു വരുമ്പോൾ ജനങ്ങൾ പറയുന്നത് 87% ജനങ്ങൾ പറയുന്നു അത് ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ കേരളത്തിൽ നിന്നടക്കം രൂപീകരിക്കണം എന്നുള്ളതിന് മറ്റൊരു തെളിവും വേണ്ടതില്ല. വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ബാബു, P. ഗീത, മനാഫ് ജയന്ത്, ഒപ്പം ശ്രീ KV ബൈജു പ്രൈം ഡിബേറ്റിന് പങ്കെടുത്തു. പൂർണ്ണമാകുകയാണ്.